ഇത് ഇന്നൊരു മീൻ പുളി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനെ നമ്മൾ പറയും കണ്ണമീൻ, മൊയ്യ്, എനിക്ക് ഇംഗ്ലീഷിൽ കാറ്റ് ഫിഷ് എന്നാണ് പറയുക കേട്ടോ. കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? അതിന് കാറ്റിന് മാതിരി വിസ്കേഴ്സ് ഉണ്ടല്ലോ രണ്ട് സൈഡിലും. അതുകൊണ്ടാണ് ആ മീനിന് മൊയ്യ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാട്ട് യു കോൾ ആ വിസ്കേഴ്സിന് എന്താ പറയുക അറിയോ? ബാർബൽസ് അല്ലെങ്കിൽ ഫീലേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളൊരു മീനാണ് എനിക്ക് കിട്ടിയത് ഇന്ന്. ആ മീൻ ആണ് ഇത്. ഇതിനെ ഞാൻ നന്നാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനതിനെ ഒന്ന് പുളി വെക്കാൻ പോവാണ്. പുഴ മീനാണിത് കേട്ടോ. ഇത് അപ്പം ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ കുറച്ച് പുളിവെള്ളം ഇതാ, ഈ പുളിവെള്ളം പോരാ, അപ്പം ഞാൻ കുറച്ച് കൂടി ഇതാ പുളിവെള്ളമാണത്. ഇതിലേക്ക് ഞാൻ ഈ കഷ്ണമൊക്കെ ഇടുകയാണ്. നമ്മുടെ അവിടെ പണ്ടൊക്കെ ഈ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് അപ്പം തന്നെ പിടച്ച് കൊണ്ടുവരിക. അതേമാതിരി പിടഞ്ഞ മീനായിരുന്നു ഇത്. എനിക്ക് നന്നാക്കാനാണ് അറിയില്ല. നന്നാക്കി തരാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ഈ എന്താ പറയുക, ഈ മീൻകാർ കൊണ്ടുവരുന്നവർ തന്നെ ഇങ്ങനെ പിടഞ്ഞ് കണ്ടത് ഞാൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഫിഷൊക്കെ ചെറുതിൽ കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ കഴിക്കാറേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങി നോക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്തൊക്കെയാണ് വറുക്കാനെടുത്തതെന്നാണ്. ഞാനിപ്പോൾ ഇത് വറുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കപ്പലമുളക്, കപ്പലമുളക് അവരവരെ എരിവിനനുസരിച്ച് ചേർക്കുക. ഒരു 15 ചെറിയ ഉള്ളി, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലി, കൂടെ തന്നെ ഉലുവയും. ഇതെല്ലാം കൂടെ നല്ല ചുവപ്പ് കളറിൽ വറുക്കണം കേട്ടോ. മല്ലി നല്ലോണം കരിഞ്ഞ് പോവാണ്ട് ചെറിയ തീയിൽ വെച്ച് വറുത്തതാണ് അപ്പോൾ ഇത്. എല്ലാവർക്കും ഒരുവിധം ഇവിടെ പാലക്കാടുകാരാണെങ്കിൽ അവർക്കൊക്കെ അറിയും ഈ മീൻപുളി എങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ അരച്ചിട്ട് ഞാൻ വരാം. ഇപ്പം ഞാൻ ഈ മസാല നന്നായി അരച്ചു കണ്ടു. മല്ലി, മുളക്, ഉള്ളി, ഉലുവ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ നല്ലോണം ഇതിൽ ഒഴിച്ചിട്ട് നന്നായി ഞാൻ മിക്സിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ നല്ലോണം കലക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇനി ഇതിനെ ഞാൻ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇനി ഞാനിതിനെ അടുപ്പിൽ വെക്കാൻ പോവാണ്. ഇപ്പം ഞാനിത് അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് ഞാൻ മഞ്ഞൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കറിയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ചേർക്കുകയാണ്. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴാണ് മീനിടുന്നത്. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു. അപ്പോഴാണ് ഞാൻ ഇനി മീൻ കഷ്ണം ഇടാൻ പോകുന്നത് കേട്ടോ. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ മസാല ഒഴിച്ചത്. ഞാനിതിന് നേരത്തെ തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും കുടിപ്പരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് ഞാൻ അതിൽ ഇളക്കാണ്ട് ഒന്നിങ്ങനെ ചുറ്റാൻ പോകും, എന്നിട്ട് അടച്ചു വയ്ക്കും കേട്ടോ. ഇനി ഇതിനെ ഞാൻ അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇത് തിളച്ചിട്ട് ഓഫ് ചെയ്ത് ഞാൻ ചട്ടിയാകുമ്പോൾ അല്ല തിളച്ചുകൊണ്ടിരിക്കുമല്ലോ. ഓഫ് ചെയ്താലും ചട്ടി ആയതുകൊണ്ട് അത് തിളച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ഉള്ളി, കടുക്, 2 മണി ഉലുവ, അത് ഒരു മണത്തിന് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് എന്തൊക്കെ ഇട്ടിരിക്കണ കടുക്, 2 മണി ഉലുവ ഞാൻ വറുത്തിടുമ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴും ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടുന്നതാണ് മണം. കൂടെ കുറച്ച് കറിവേപ്പില, നല്ലോണം ഒരു പൊടി കറിവേപ്പില ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കാൻ പോയി. ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായി വറുത്തിട്ടു. ഇനി ഞാനിതിനെ ഇതിലേക്ക് ഇപ്പം എൻ്റെ പുളി റെഡിയായി, മീൻ പുളി റെഡിയായി. എല്ലാവരും നിങ്ങൾ പാലക്കാട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഇതുണ്ടാക്കാൻ അറിയോ എന്ന് എനിക്കറിയില്ല. പുളി കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ.
ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. അപ്പോൾ ഞാനിനി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഫ്രം സുധാ മേനോൻ. ബൈ.